നമസ്കാരം. മതനിയമം ഒരു രാജ്യത്തിൻ്റെ നിയമമായി മാറിയാൽ അത് എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് പല രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്ന വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ ഇന്തോനേഷ്യയിലെ മതനിയമം മൂലം അവിടെയുള്ള ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതയുടെ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്തോനേഷ്യയിൽ വിവാഹേതര ലൈംഗിക ബന്ധത്തിനും മദ്യപിച്ചതിനും ഒരു സ്ത്രീക്ക് 140 ചൂരൽ തല്ലൽ ശിക്ഷ നടപ്പിലാക്കിയതാണ് വാർത്ത. കഠിനമായ ശരിയത്ത് നിയമമുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഈ സ്ത്രീയെയും അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സുഹൃത്തിനെയും പരസ്യമായി നാട്ടുകാരെ സാക്ഷിയാക്കിയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. തല്ലിന്റെ ആഘാതത്തിൽ മർദ്ദനത്തിനൊടുവിൽ സ്ത്രീ കൊഴിഞ്ഞു വീഴുകയായിരുന്നു. രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും കഠിനമായ ശരിയത്ത് ശിക്ഷകളിലൊന്നാണിത്. പൊതു പാർക്കിൽ വെച്ച് നിരവധി ആളുകളുടെ കൺമുന്നിൽ വെച്ചാണ് ശിക്ഷ നടപ്പാക്കിയത്. ശരിയത്ത് നിയമപ്രകാരം വിവാഹേതര ലൈംഗിക ബന്ധത്തിന് 100 ചാട്ടവാർ അടികളും മദ്യപാനത്തിന് 40 ചാട്ടവാർ അടികളുമാണ് ഇവർക്ക് നൽകിയത്. ബന്ദ ആശയിലുള്ള ശരിയത്ത് പോലീസിന്റെ മേധാവി മുഹമ്മദ് റിസാൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു. തുടർന്ന് ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശയ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത്. അവിവാഹിതരായവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. വിവാഹിതര ലൈംഗിക ബന്ധത്തിന് 100 ചാട്ടവാറടിയും മദ്യപിച്ചതിന് 40 ചാട്ടവാറടിയും ഇവർക്ക് ലഭിച്ചതായി പുറത്തു വന്ന ചിത്രങ്ങളിൽ സ്ത്രീ മുട്ടുകുത്തി നിൽക്കുന്നതും മുഖംമൂടി ധരിച്ച ഒരാൾ ചൂരലുകൊണ്ട് ആവർത്തിച്ച് അടിക്കുന്നതും കാണാം. മറ്റൊരു ചിത്രത്തിൽ അവർ കണ്ണുനീർ തുടയ്ക്കുന്നതും കാണാം. മർദ്ദനത്തെ തുടർന്ന് സ്ത്രീയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതും അവരുടെ പങ്കാളി വേദനയുടെ മുഖംമൂടി ധരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. 2001 ആശയ്ക്ക് പ്രത്യേക സ്വയംഭരണം നൽകിയതിനു ശേഷമാണ് ഇവിടെ ശരിയത്ത് നിയമം നടപ്പിലാക്കിയത്. നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണിതെന്നും കരുതപ്പെടുന്നു. ഇസ്ലാമിക നിയമങ്ങൾ ലംഘിച്ചതിന് ചാട്ടവാറടി ലഭിച്ച 6 പേരിൽ ഈ പങ്കാളികളും ഉൾപ്പെടുന്നു. ഇതിൽ ഒരു ശരിയ പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സ്ത്രീ സുഹൃത്തും ഉൾപ്പെടുന്നു. അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവർക്ക് 23 തവണ വീതം അടി ലഭിച്ചു. നാടിൻ്റെ സൽപ്പേരിന് ഇവർ കളങ്കം വരുത്തിയിരിക്കുന്നുവെന്നാണ് പോലീസ് മേധാവി ചൂണ്ടിക്കാട്ടുന്നത്. ചൂതാട്ടം, മദ്യപാനം, സ്വവർഗ ലൈംഗികത, വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ ചൂരൽ തല്ല് നൽകുന്നതാണ് ഇവിടുത്തെ രീതി. കഴിഞ്ഞ വർഷം ലൈംഗിക ബന്ധത്തിന് ശരിയ കോടതി 2 പുരുഷന്മാരെ 76 തവണ പരസ്യമായി ചാട്ടവാറടി നൽകിയിരുന്നു. ഇന്തോനേഷ്യയിൽ ശരിയത്ത് നിയമം പ്രാബല്യത്തിലുള്ള ഏക പ്രവിശ്യയാണ് ആശയ്. വിവാഹിതരല്ലാത്തവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇവിടെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. 2001 ആശയ്ക്ക് പ്രത്യേക സ്വയംഭരണം ലഭിച്ചതിന് ശേഷം ശരിയത്ത് നിയമം കർശനമായി ഇവിടെ നടപ്പാക്കി വരികയാണ്. ക്രൂരമായ ശിക്ഷയ്ക്ക് ശേഷം തളർന്നു വീണ യുവതിയെ സ്ട്രെച്ചറിലാണ് ആംബുലൻസിലേക്ക് മാറ്റിയത്. യുവതിയുടെ പങ്കാളി വേദനയിൽ പൊളയുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബറിൽ വ്യഭിചാര കുറ്റത്തിന് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആശയിൽ ഒരു സ്ത്രീയെ പരസ്യമായി ചൂരൽ കൊണ്ട് അടിച്ചിരുന്നു. അൽഗോജോ എന്നറിയപ്പെടുന്ന ശരിയ പോലീസ് അംഗമായ മുഖംമൂടി ധരിച്ച ഒരാൾ ചൂരൽ കൊണ്ട് ഇവരെ ആവർത്തിച്ചടിക്കുന്നതും ആ സ്ത്രീ മുട്ടുകുത്തി നിൽക്കുന്നതുമായ ഫോട്ടോയും പുറത്തു വന്നിരുന്നു. വൻ പോലീസ് കാവലിലാണ് പരസ്യമായി ഇത്തരം ശിക്ഷകൾ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 18ഉം 24 വയസ്സുള്ള 2 പുരുഷന്മാരെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ചൂരൽ ശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഇതിലൊരാൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ചാട്ടവാറടി അവസാനിപ്പിച്ചതിനു ശേഷം അവരെ ചുമന്നുകൊണ്ട് പോകേണ്ടിയും വന്നു. ഈ ശിക്ഷകളുടെ പൊതു സ്വഭാവം നാണക്കേട് വരുത്താനും വേദനിപ്പിക്കാനും ഉദ്ദേശമുള്ളതാണ്. പള്ളികൾക്ക് പുറത്തോ ചത്തുരങ്ങളിലോ പലപ്പോഴും ചൂരൽ പ്രഹരങ്ങൾ അരങ്ങേറാറുണ്ട്. ജനക്കൂട്ടം പരിപാടി വീക്ഷിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് അപമാനം ക്രൂരതയ്ക്ക് ആക്കം കൂട്ടുകയും നിലനിൽക്കുന്ന മാനസിക നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നുവെന്നാണ്. ഈ രീതി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആശയിൽ എല്ലാ വർഷവും 100 കണക്കിന് ആളുകളെ ചാട്ടവാറടിക്ക് വിധേയരാക്കാറുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഈ നടപടിക്കെതിരെ ആവർത്തിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഇന്തോനേഷ്യയുടെ ഭരണഘടനയെയും അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള അതിൻ്റെ ബാധ്യതകളെ ലംഘിക്കുന്നുവെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു.